മദ്രസ വിട്ട് കഴിഞ്ഞാൽ നേരെ ഓടി വരുന്നത് ദൂരദർശനില് ഓം നമ ശിവായ ജയ് ഹനുമാൻ കാണാൻ വേണ്ടിട്ട്. ഉസ്താദെ വേഗം വിടുവോ, ഓം നമ ശിവായ തുടങ്ങാൻ പോവാന്നുള്ള പറയാനുള്ള ഒരു കാലം അന്നുണ്ടായിരുന്നു. അന്ന് ഉസ്താദ് വിടുകയും ചെയ്തു. തലേ ദിവസം ചതുപ്പുകളിൽ പോയിട്ട് പാമ്പിനെ പിടിക്കുക ചെയ്യാ. ആ പാമ്പിനെ പിടിച്ചിട്ട് എല്ലാവരും ഈ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ പാമ്പിനെ എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞിട്ട് ഇത് ഉയർത്തിയിട്ട് പാമ്പിനിട്ട് കറക്കും എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്ന് നമുക്കത് ഒരിക്കലും ഗുരുദ്വാരയിൽ പോവാണെങ്കിൽ, ഇപ്പൊ പഞ്ചാബിലാണെങ്കിൽ അമൃത്സറിൽ പോകുമ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് അവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും ആ കീർത്തൻസ് കേട്ടുകൊണ്ട്. അത് ആ കീർത്തൻ അതിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല, എന്നാലും നമുക്ക്. അതുപോലെ തന്നെ അജ്മീറിൽ പോവാണെങ്കിൽ ഞാൻ അയാളെ മുമ്പിൽ അങ്ങ് ചെന്ന് നിന്നപ്പോ അങ്ങനെ അപ്പൊ തുടങ്ങിയ കരച്ചിൽ എനിക്കൊന്ന് ഒരു 10-20 മിനിറ്റോളം കരച്ചില്. അയാൾക്ക് അറിയില്ല എന്തിനാ കരയുന്നത്. അപ്പൊ അയാൾ പറയും, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നിങ്ങളെ ഈ ലോകത്ത് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഈ മസ്കറ്റിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത് ഞാൻ അന്നേ കുറിച്ചിട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാങ്ങിയത് ഒന്ന് മദ്രസിലെ ഉസ്താദ്മാരും 2 സന്യാസിമാരും ഒക്കെ തന്നെ. അത്ഭുതമാണല്ലേ. നമുക്ക് എന്തോ ഒരു പുച്ഛ. തമിഴന്മാർ അണ്ണാച്ചികൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സ്നേഹ നമ്മളോട്. പക്ഷെ നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കുക. അത് കമന്റ്സിൽ കാണുമ്പോഴേക്കും നമുക്ക് പക്ഷെ ചൊറിയാനും തുടങ്ങും. ഇപ്പൊ കുംഭമേളയെ പറ്റി അങ്ങ് സൂചിപ്പിച്ചു പോയി. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം കുംഭമേള എന്ന് പറയുമ്പോൾ പല ആളുകളും പറയും, എന്തിനാണ് ഈ ഉത്തരേന്ത്യയിലുള്ള ഒരു കാര്യത്തെ, അവിടെ തുണിയുടുക്കാതെ നടക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ കേരളത്തിലും കൂടെ കൊണ്ടുവന്ന് ഇവിടെയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആ കുംഭമേളയെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ കുറെ ഇതിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ കുംഭമേള വരികയല്ല, ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഈ ബ്രിട്ടീഷേഴ്സിന്റെ ഒക്കെ എത്തിയ സമയത്താണ് അതിനെ ഇല്ലാതാക്കിയത്. മീൻസ് എങ്ങനെയാണെങ്കിലും ഞാൻ പറയട്ടെ, എന്റെ ഒരു 10 തലമുറ മുമ്പോട്ട് പോവാണെങ്കിൽ ഞാനൊക്കെ ഒരു ഹിന്ദു ആയിരിക്കും, അല്ലെ? ഹിന്ദുവോ ബുദ്ധനോ ഏതായാലും. കാരണം 1400 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞ സംഭവം ഇവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെ നമ്മള് ബ്ലൈൻഡ് ആയിട്ട് പറയുകയാണെങ്കിലും തലമുറകൾക്ക് പിന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ കൺവേർട്ടഡ് ആണ്. അപ്പോ അതിനു മുമ്പ് ഇതൊരു ഇവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ ഹിന്ദു ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ടാവാം ഉണ്ടെന്നാണ് പറയുന്നത്, ഉണ്ടാവാം. അപ്പോ അതൊരു കംബാക്ക് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മള് എന്താ പറയാ, ആകുലപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അതൊരു ഒരു ദുരാചാരം എന്നുള്ള നിലയിലേക്ക് നമുക്ക് അതിൽ എന്തെങ്കിലും കാണാനുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം സദ്യ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ പ്രാണൻ അപഹരിക്കുന്ന കുറെ അത്തരങ്ങൾ ചില അന്ധവിശ്വാസങ്ങളും ഈ ദുരാചാരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കുംഭമേളയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അത് വരുന്ന സമയത്തും അതും ഈ മതസ്പർദ്ധയ്ക്ക് കാരണമാക്കാൻ വേണ്ടി ചില ആളുകൾ ചില കാര്യങ്ങൾ, ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, എനിക്ക് ആകെയുള്ളൊരു എതിർപ്പ് എന്ന് വെച്ചാല് അത് കാരണം ഉണ്ടാവുന്ന എസ്പെഷ്യലി നോർത്ത് ഇന്ത്യന്റെ സിവിക് സെൻസ് എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാൻപരാഗും മറ്റൊന്നും വലിച്ചെറിഞ്ഞ അങ്ങനത്തെ ഒരു വൃത്തിഹീനത നമുക്ക് പ്രത്യക്ഷമാണ്. കാശിയിൽ പോയാലും കേദാർനാഥിൽ എവിടെ പോയാലും ആ വൃത്തിഹീനത, അത് ഒരു ആശങ്ക മാത്രമുണ്ട്. അതായത് ഇത്രയും വലിയ ക്രൗഡ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് നമ്മൾ മാനേജ് ചെയ്യുക? കേരളം ആവുന്നതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവും വിചാരിക്കാം. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഏകൊരു കാര്യം. പക്ഷെ എവറി റിലീജിയൻ എങ്ങനെ നോക്കുകയാണെങ്കിലും അതൊരു എന്താ പറയാ ഇക്കണോമിക് സോഴ്സും കൂടിയാണ്. എല്ലാ ഇപ്പം റിലീജിയസ് കോൺഗ്രിഗേഷനും ഇസ്ലാമിന്റെ ആണെങ്കിലും ക്രിസ്ത്യാനിറ്റിയുടെ ആണെങ്കിലും ഒക്കെ സമ്മേളനങ്ങളും കൂട്ടായ്മകളും ഒക്കെ തന്നെ വലിയൊരു ബിസിനസ് കൂടിയാണ് അവിടെ. 6000 കോടിയാണ് UP സർക്കാർ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് കുംഭമേളക്ക് വേണ്ടിയിട്ട്. 30 കോടി അല്ല 600 കോടി 6000 കോടി ഇങ്ങനെയാണ് 30,000 കോടിയാണ് അതിന്റെ റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയാണെങ്കിൽ കേരളത്തിന് വലിയൊരു 21 റെയിൽവേ സ്റ്റേഷനൊക്കെ ചിലപ്പോ ഒന്നും കൂടി നവീകരിക്കപ്പെട്ടേക്കാം. കാരണം അത്രയും ആൾക്കാരൊക്കെ വരുന്ന ഒരു ചടങ്ങല്ലേ. അപ്പോ അതിന് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പറയട്ടെ, എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും ഹിന്ദു പുരാണങ്ങളും ഇതൊക്കെ ഇത്രയും അവഗാഹം എങ്ങനെ നേടിയെന്നൊക്കെ. ഇതൊക്കെ എന്ന് വെച്ചാല് ഞാൻ 1986 ജനിച്ച ഒരാളാണ്. മദ്രസ വിട്ട് കഴിഞ്ഞാൽ നേരെ ഓടി വരുന്നത് ദൂരദർശനില് ഓം നമ ശിവായ ജയ് ഹനുമാൻ കാണാൻ വേണ്ടിട്ട്. ഉസ്താദെ വേഗം വിടുവോ, ഓം നമ ശിവായ തുടങ്ങാൻ പോവാന്നുള്ള
പറയാനുള്ള ഒരു കാലം അന്നുണ്ടായിരുന്നു. അന്ന് ഉസ്താദ് വിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പൊ അന്ന് കണ്ടിട്ടുള്ള അന്ന് നമുക്ക് വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ഈ ദൂരദർശനിൽ എന്താണോ അവർ പ്ലേ ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പൊ അതിൽ ഓം നമ ശിവായ, ജയ് ഹനുമാൻ, രാമായൺ, ശ്രീകൃഷ്ണ ഇങ്ങനത്തെ സീരിയലുകൾ കണ്ടിട്ട്, കാരണം വിഷ്വലൈസേഷൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. ബുക്ക് വായിച്ചാൽ ഒരു പക്ഷെ നമ്മൾ അങ്ങ് മറന്നു പോകും. പക്ഷെ അന്ന് നമ്മൾ ഈ കംസനെയും താടകയും ശൂർപ്പണഖനെയൊക്കെ നമ്മൾ കണ്ട് ആ കഥകളൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പൊടി തട്ടിയിട്ടാണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോ കുംഭമേള വരട്ടെ, ആഘോഷിക്കട്ടെ, അതൊരു ഭക്തിയുടെ വേറെ ലെവലിലേക്ക് പോട്ടെ, പരിസ്ഥിതിക്ക് കോട്ടം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടക്കട്ടെ, അത്രേ ഉള്ളൂ. അത് അവിടെ കുളിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ കൊമ്മക്കയം പോലത്തെ കൃതി എഴുതുമ്പോൾ ആ രചന വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഈ പലതരത്തിലുള്ള ഹിജഡ കമ്മ്യൂണിറ്റികൾ, അങ്ങനെ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതില് അങ്ങ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലിംഗമാറ്റ ദായമക്കയിലാണ് അത് ലിംഗമാറ്റ ശസ്ത്രക്രിയയെ പറ്റി പറയുന്നത്. പച്ചയ്ക്ക് ആ ലിംഗം എന്താണ് അവിടെ ഛേദിച്ച് മാറ്റം വരുത്തുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയെ പറ്റി പറയുന്നു. അത് ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് അതൊരു പുതിയ അറിവാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഒരുപക്ഷെ അത് അപരിഷ്കൃതം എന്നൊക്കെ തോന്നിയേക്കാമെങ്കിലും അവർക്ക് വേറെ മാർഗങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുമ്പോൾ അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള അതുപോലെ തന്നെയുള്ളൊരു, അതുപോലെ എന്ന് ഞാൻ പറയുന്നില്ല, അതിനോടനുബന്ധിച്ചുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മറ്റനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടം പോലെ അതാണ് പുതിയ പുസ്തകം, DC ബുക്സിൽ പുതിയൊരു പുസ്തകം വരുന്നത്. നരമുണ്ടോ ഖേല എന്നാണ് പുസ്തകത്തിന്റെ പേര്. നരമുണ്ടോ ഖേല. അതിന്റെ അടിയില് സബ് ടൈറ്റിൽ ആയിട്ട് ഒരു പാൻ ഇന്ത്യൻ അന്ധവിശ്വാസ യാത്ര. അത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അന്ധവിശ്വാസം, പക്ഷെ അത് അവരുടെ വിശ്വാസമാണ്. അപ്പൊ അന്ധ എന്നുള്ള ഞാൻ ബ്രാക്കറ്റിലാട്ടത് ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതില് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ചടങ്ങുകൾ കണ്ടിട്ടുണ്ട്. ചടങ്ങുകളും ആചാരങ്ങളും വിശ്വാസങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ബുക്കിലെല്ലാം ഉണ്ട്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിന്റെ അപ്പുറമുള്ള മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഗ്രാമങ്ങളിൽ നടക്കുന്ന, ഛത്തീസ്ഗഡിലെയും ഝാർഖണ്ഡിലെയും ബീഹാറിലെയൊക്കെ എസ്പെഷ്യലി നാഗപഞ്ചമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സമയത്തൊക്കെ ഭയങ്കര അതായത് ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ നാഗപഞ്ചമിന്റെ സമയത്തായിരുന്നു പട്നയിൽ ബുദ്ധഗയയിലേക്ക് പോവായിരുന്നു. ആ സമയത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ 4 hours ജേർണി എങ്ങനെയായിരുന്നു പട്ന ടു ഗയ, 3 or 4. ആ സമയത്താണ് ഇവന്മാര് കയറിയത്. ഇവരുടെ എല്ലാവരുടെ കയ്യിൽ പാമ്പ് കൊണ്ടുവന്നിട്ട്, ആ പാമ്പ് മൂർഖം പാമ്പിന് കൊണ്ടുവന്നിട്ട് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിലങ്ങിടും. ഇത് ശിവന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ നമ്മള് ഇവിടെ ഇങ്ങനെ നോക്കുക സാധനം. അപ്പൊ നമ്മള് ഫ്രീസ്. എനിക്കാണ് പാമ്പ് കാണുമ്പോ തന്നെ പേടിയാ, പേര് കേൾക്കുമ്പോ തന്നെ പേടിയാ. എന്നിട്ട് നമ്മള് പൈസ കൊടുത്താലേ ഇവരിത് എടുക്കുള്ളൂ. അത് ഇവരെല്ലാവരുടെ കയ്യിൽ ഈ പാമ്പുണ്ടാവും. പക്ഷെ അത് ഉപദ്രവിച്ചിട്ടില്ല. എനിക്കറിയാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും പാമ്പുണ്ടാവും. പാമ്പ് കൊട്ടയിലാക്കിയ പാമ്പുണ്ടാവും. പിന്നെ ഈ നമ്മള് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ബീഹാറിലെ ഒരു സ്ഥലം സമസ്തിപൂരിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ പാമ്പ് ഘോഷയാത്ര ഉണ്ട്. അപ്പോ ഒരു 1000കണക്കിന് ആൾക്കാർ ഈ പാമ്പിനെയും പിടിച്ചിട്ട് അവരെന്താ വെച്ചാല് തലേ ദിവസം ചതുപ്പുകളിൽ പോയിട്ട് പാമ്പിനെ പിടിക്കുക ചെയ്യാ. ആ പാമ്പിനെ പിടിച്ചിട്ട് എല്ലാവരും ഈ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ പാമ്പിനെ എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞിട്ട് ഇത് ഉയർത്തിയിട്ട് പാമ്പിനിട്ട് കറക്കും, എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്ന് നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റും. ഇതിന് മാത്രം പാമ്പ് എവിടുന്ന് കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കും. ഇതിന് മാത്രം പാമ്പുണ്ടോ? സത്യം, ആ ഒരു പ്രദേശത്ത് ഇതിന് മാത്രം പാമ്പുണ്ടോ എന്ന് വിചാരിക്കും. ഇത് എന്നിട്ട് പബ്ലിക് പ്ലേസിലും റോഡിലും ഒക്കെ ഈ പാമ്പായിരിക്കും ആ സമയത്ത്, ആ നാഗപഞ്ചമി സമയത്ത്. അപ്പൊ ഇതുപോലത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഈ യാത്രയിൽ ഞാൻ കണ്ടിട്ട്, അപ്പൊ അതിനൊക്കെ കൂടി ഞാൻ ക്രോഡീകരിച്ചിട്ട് ആ ഒരു പുസ്തകമാക്കിയതാണ്. അപ്പം ഈ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ ഹിന്ദു വിഭാഗത്തിന്റെ ഇടയിലുള്ള എന്തൊക്കെയോ ഒരു മോശം കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു സ്ഥലം. പക്ഷെ അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മതങ്ങളിലും പിന്നെ നല്ല രീതിക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ മതത്തിലും ഉണ്ട്. പിന്നെ എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? അത് ഒരു ദർഗയാണ്. പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ദർഗയില് ഒരു കല്ലുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു മാർബിളിന്റെ കഷ്ണാണ്. അപ്പോ ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാര് ആ മാർബിൾ കഷ്ണം വരുത്തിയിട്ട് കണ്ണിൽ വെച്ചാൽ കാഴ്ച കിട്ടുന്നതാണ് പറയാം. അവിടെ വന്നിട്ട് എപ്പോഴും തിരക്കാന്നിട്ട് ആ ഒരു കല്ലിന്ന് ഒരു കഷ്ണം വരുതി തേക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കാഴ്ച കിട്ടി ആരും ഇല്ലാരും. എന്നാലും ആൾക്കാർ വന്നിട്ട് അവിടെ ഇങ്ങനെ വരുതിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ
അധിക സ്ഥലത്തും ഈ ദർഗകളില് ഈ ഇതില്ലേ ജിന്ന് ബാധിച്ചിട്ടുള്ള ആൾക്കാർ ബാധ അത് കെട്ടിയിട്ട് അടിക്കുന്ന ഇതുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര ഇതായി. നമ്മൾ ഈ സിനിമയിൽ ഒഴിഞ്ഞു പോന്നൊക്കെ പറയുന്നത് അതുപോലെ മഹാരാഷ്ട്രയിലുണ്ട് ഒരു ദർഗ. അവിടെ ഇങ്ങനെ ആ മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ അടിക്കുക ചെയ്യുക, അടിച്ചടിച്ചടിച്ച് ചോര വരുത്തവര്. അപ്പോ ഇതുപോലത്തെ ബ്രൂട്ടൽ ആയിട്ടുള്ള ആചാരങ്ങൾ ഒരു മതം എന്നല്ല, എല്ലാ മതത്തിലും ഉണ്ട്. പിന്നെ ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നത് മുഴുവനും അത് മെജോറിറ്റി അവിടെ ഹിന്ദു റിലീജിയൻ ആണല്ലോ. പിന്നെ മാത്രല്ല എന്നോട് എപ്പോ പോയാലും അമ്പലത്തിൽ മാത്രം ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ഞാൻ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ഒക്കെ കാണും. ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് അധികം അമ്പലങ്ങളാണല്ലോ. അപ്പൊ എവിടെ ചെന്നാലും നല്ല അമ്പലങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാനല്ല പോകാറുള്ളത്. ഞാൻ ഒരിക്കലും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അമ്പലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന്റെ ആ ഒരു വാസ്തുശില്പവും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ദാരുശില്പങ്ങളും അതിന്റെ ഒരു ആംബിയൻസും ആ ഒരു ഫീലാണത്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എസ്പെഷ്യലി ഈ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കല്ല് കൊണ്ടാണല്ലോ അമ്പലങ്ങൾ. അപ്പൊ അതിന്റെ ഉള്ളിലൊരു തണുപ്പ്, പിന്നെ അവിടെ ഈ വിഭൂതിയുടെയും ചന്ദനത്തിന്റെയും കളഭത്തിന്റെയും ഒക്കെ ഒരു ഗന്ധം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലാണ്, പ്രത്യേക ഫീൽ. അതുപോലെ ഇപ്പൊ ഗുരുദ്വാരയിൽ പോവാണെങ്കിൽ, ഇപ്പൊ പഞ്ചാബിലാണെങ്കിൽ അമൃത്സറിൽ പോകുമ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് അവിടെ എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും ആ കീർത്തൻസ് കേട്ടുകൊണ്ട്. അത് ആ കീർത്തൻ അതിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല, എന്നാലും നമുക്ക്. അതുപോലെ തന്നെ അജ്മീറിൽ പോവാണെങ്കിൽ അവിടെ കവാലിയും ഇതിങ്ങനെ കേട്ടിട്ട് നമുക്ക് എത്ര ഇരിക്കാം. അപ്പോ അവിടെയൊക്കെ വരുന്ന അജ്മീറിലൊക്കെ ഹിന്ദുക്കൾ വരുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്, എല്ലാ മതക്കാരും വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് കുറച്ചും കൂടിയും റിജിഡ് ആവുന്നത്, ചുരുങ്ങുന്നത്. അവിടെ പോകുന്ന സമയത്ത് അവിടെ അമ്പലങ്ങളിലും മുസ്ലിങ്ങൾ പോവാറുണ്ട്, പിന്നെ ഗുരുദ്വാരകളിൽ പോവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ചും ദർഗകളിൽ അധികം നമുക്ക് ഹിന്ദുക്കളെയും മറ്റുള്ള ആൾക്കാരെയും കാണാൻ പറ്റുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാർ ബ്രോ ദാറ്റ് ഇസ് നോട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ പറയും. ഇവിടുത്തെ ആൾക്കാർ എല്ലാം തികഞ്ഞവരും ഇവിടുത്തെ ആൾക്കാരാണ് 916 എല്ലാത്തിലും. ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനി, നമ്മളാണ് 916 എന്നാണ് നമ്മുടെ വിചാരം. അവര് കൾച്ചർ ഇല്ലാത്ത ആൾക്കാരാണ്, അവർ ചെയ്യുന്നതൊക്കെ അബദ്ധാണ്, അവർ ചെയ്യുന്ന നമ്മള് എന്താ ഭയങ്കര പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇതിന് മാത്രം ഇത്രത്തോളം വൃത്തികെട്ട സദാചാര മൂല്യച്യുതിയുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ കാര്യത്തിലേക്ക് കടന്നു കയറ്റും. തമിഴന്മാര് നമുക്ക് എന്തോ ഒരു പുച്ഛ, തമിഴന്മാര് അണ്ണാച്ചികൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. പക്ഷെ നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കുക. അത് കമന്റ്സിൽ കാണുമ്പോഴേക്കും നമുക്ക് പക്ഷെ ചൊറിയാനും തുടങ്ങും. തമിഴന്മാര് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും നമ്മളിവിടെ നമ്മള് 100% ലിറ്ററേറ്റ് ആൾക്കാരാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞാലും തമിഴൻ എന്ന് പറയുന്ന സമയത്ത് അവരെപ്പോഴും കറുത്തവന്മാരാണ്, പാണ്ഡികളാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെ അവർ വെച്ചിട്ടുള്ളത്. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂലിപ്പണിക്ക് വരുന്ന മനുഷ്യന്മാരാണ് ബംഗാളികൾ. ബംഗാളിന്റെ ഹിസ്റ്ററി എന്താണ്, അതിന്റെ കൾച്ചർ എന്താണ്, ലിറ്ററേച്ചർ എന്താണ് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടുത്തെ ആൾക്കാർ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കൂലിപ്പണിക്കാര്. ടാഗോറിനെ അറിയില്ല, ഇഷ്ടം ലിറ്ററേച്ചറിനും സിനിമയ്ക്കും പൊളിറ്റിക്സിനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ. പക്ഷെ നമ്മള് മലയാളികളെ സംബന്ധിച്ചോളം ബംഗാളിയാണ് എന്ന് പറഞ്ഞിട്ട് തീർന്നു. നിരുപംസനെ പോലെയൊക്കെയുള്ള വലിയ കലാകാരന്മാർ എത്ര ആൾക്കാരുണ്ട് അവിടെ. തീർച്ചയായിട്ടും. പക്ഷെ അത് മലയാളിക്ക് അറിയില്ല. മലയാളിക്ക് അറിയാവുന്നത് ഇവിടെ ഹോട്ടലിൽ പാത്രം കഴിയാൻ വരുന്ന ആളെ അതാണ് ബംഗാളി. ബംഗാളിനെ കാണുമ്പോൾ അതാണ് അവര് വിചാരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ അവസാനം ഞങ്ങളാണ് വലുത് എന്ന തോട്ടിലേക്ക് അങ്ങ് എത്തും. ഇപ്പൊ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് വരുമ്പോൾ നമ്മൾ ദക്ഷിണേന്ത്യക്കാരാണ് വലുതെന്ന് പറയും. ഇനി കേരളം തമിഴ്നാട് വരുമ്പോൾ ഞങ്ങളാണ് പാണ്ഡികളാണ്. അതുപോലെ വേണേ മലബാറും മറ്റവരും ആ ഒരു തോട്ട് അങ്ങനെ വരും. ആ സാധനം അങ്ങനെ റിജിഡായിട്ട് ഇങ്ങനെ ചുരുങ്ങും. നമ്മള് ആറ്റി കുറുക്കി എടുക്കുകയാണ്. നമ്മളാണ് നല്ലതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അബദ്ധാണത്. തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങയുടെ ഈ യാത്രകൾ പരിവപ്പെടുത്തിയത് യാത്രകളാണ് എന്ന് പറഞ്ഞു. ഈ യാത്രകൾക്കിടയിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാനാവാത്ത എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് അതിപ്പോ ലാസ്റ്റ് മന്ത് മസ്കറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് അത്രയ്ക്ക് എന്നെ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അതായത് ഞാൻ മസ്കറ്റിലെ പ്രോഗ്രാം കഴിഞ്ഞ് സലാലയിലേക്ക് അവിടെ അടുത്ത പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ എയർപോർട്ടിലേക്ക് പോകണം. ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇതാണ്, ഒരു സമയം പറഞ്ഞാൽ ആ സമയത്തിന് മുമ്പേ അവിടെ എത്തണം. 1 മണിക്കൂറൊക്കെ ഞാൻ എന്തായാലും ഹെഡ് ആക്കി വെക്കും. 3 മണിക്കൂറോ 4 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തും. അപ്പൊ ഓൾറെഡി ഞാൻ പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വരുന്ന ഒരാള്. അയാൾ ഫസ്റ്റ് മെസ്സേജ് ഹലോ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചില. അപ്പോ പിന്നെ
അയാൾ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ എന്നും വൈകുന്നേരം 1 മണിക്കൂർ മത്ര സൂക്കിൽ നടക്കാൻ പോവും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും നിങ്ങളെ അവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെപ്പോലെ ഒരാളെ അവിടെ വെച്ച് കണ്ട്. ഞാൻ അടുത്ത് വന്നപ്പോഴേക്കും നിങ്ങൾ കയറിപ്പോയി. പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞു ഈ എഴുത്തുകാരന് മസ്കറ്റിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോ അയാള് അഗർത്ത വായിക്കുന്നത് 1 മാസോ 2 മാസം മുമ്പാണ് അഗർത്ത വായിക്കുന്നത്. അന്ന് മുതലേ അയാൾ പറയുന്നുണ്ട് ഈ മത്തറ സൂക്കിൽ വെച്ചിട്ട് അയാൾ എന്നെ കാണുന്ന അയാളുടെ മനസ്സ് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന പ്ലാനിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ പ്ലാൻ ഉണ്ടായത് തന്നെ ഒരു 10 ദിവസത്തിനുള്ളിലാണ്, പെട്ടെന്നുണ്ടായ പ്ലാനാ. പക്ഷെ അയാൾ 2 മാസമായിട്ട് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര, അവിടെ വെച്ചിട്ട് എന്നെ കാണും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വോയിസ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോ ഇനി കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നൊക്കെ അയാൾ എന്നോട് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്, അയാൾ എനിക്കൊന്ന് കാണുന്നത്, പക്ഷെ എയർപോർട്ടിൽ പോകാനുള്ള അപ്പം ചോദിച്ചു എവിടെയാന്ന് ലൊക്കേഷൻ ചോദിച്ചു നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത മാസം ഞാൻ ചിലപ്പോൾ വരും, നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരൂ, ഞാൻ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ അതൊന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പർ എനിക്ക് ലൊക്കേഷൻ അയച്ചപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തു, ഇതാണ് ലൊക്കേഷൻ നോക്ക്. അവ പറഞ്ഞു ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ അവിടെ 80 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പോയി വരാൻ പറ്റും. അവ പറഞ്ഞു നമുക്കൊരു 1 hour പോയി വരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞവേ വണ്ടി എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ എത്താൻ നേരത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചു, നിങ്ങൾക്കൊരു പാഴ്സൽ ഉണ്ട്, കളക്ട് ചെയ്യാൻ വരുമോന്ന്. അങ്ങനെ അയാൾ വന്നു. ഞാൻ അയാളെ മുമ്പിൽ അങ്ങ് ചെന്ന് നിന്നപ്പോ അങ്ങനെ അപ്പൊ തുടങ്ങിയ കരച്ചിൽ. എനിക്കൊന്ന് ഒരു 10-20 മിനിറ്റോളം കരച്ചില്. അയാൾക്ക് അറിയില്ല എന്തിനാ കരയുന്നത്. അപ്പൊ അയാൾ പറയാം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നിങ്ങളെ ഈ ലോകത്ത് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഈ മസ്കറ്റിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത് ഞാൻ അന്നേ കുറിച്ചിട്ടിട്ടുണ്ട്. അത് സംഭവിച്ചത് കൊണ്ടാണ് അയാൾക്ക് ആ കരച്ചിൽ നിർത്താൻ പറ്റാത്തത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്കറിയില്ല. അയാൾ പറയാണ് ഞാൻ 2 മാസം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട്. അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു പക്ഷെ അതായിരിക്കാം ആ ഒരു സാധനത്തിന് അത്രമേൽ ആഗ്രഹിച്ചാല് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ലവ് എന്ന് പറയുന്ന സാധനം, അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കൊണ്ടെത്തിക്കുന്നവരല്ലേ. ഒരു പക്ഷെ അയാൾ എന്നെ അത്രയും മേൽ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഞാനൊരു പക്ഷെ മസ്കറ്റിൽ എത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല. അതെ തീർച്ചയായിട്ടും. അപ്പൊ അത് പറയുമ്പോൾ തന്നെയാണ് ചില കാര്യങ്ങൾ പ്രകൃതി മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സംഭവിക്കും. അത് നമുക്ക് ശാസ്ത്രത്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചില കാര്യങ്ങൾ കാണും, അത് അങ്ങനെ തന്നെ സംഭവിക്കും. സംഭവിച്ചത് ഓർമ്മിക്കുക എന്നുള്ളതല്ല, സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുകയും അത് സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് അതിനടിയിൽ ഒരു കമന്റ് എന്നെ വല്ലാതെ സ്പർശിച്ചു. അതിൽ പറയുന്നത് എന്റെ ഭർത്താവ് കുറച്ചു മുമ്പേ മരണപ്പെട്ടു. അപ്പൊ ഞാൻ എല്ലാ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്, കൃത്യമായി പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ മരിച്ചുപോയത്, എന്നെയും കുട്ടികളെയും തനിച്ചാക്കി എന്നുള്ളത് എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ ഞാൻ പൂർണ്ണാനന്ദയാണോ അകൃത്യാണോ എനിക്ക് ഓർമ്മയില്ല. അത് ആ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് അതിന്റെ കൃത്യമായ ഉത്തരം കിട്ടി. ഞാൻ ഇപ്പോൾ എന്റെ മനസ്സ് സമാധാനമാണ്, ശാന്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത്, ചിലർ വലിയവരും ചിലർ മോശപ്പെട്ടവരുമാവുന്നത് എന്നതിനൊക്കെ ഉത്തരം എനിക്ക് അതിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ്, ഒരു ലേഡിയുടെ കമന്റ് ആണ് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെ ആ ഒരു പ്രശ്നത്തെ മാനസികമായി തകർന്നു പോയ ഒരാൾക്ക് സ്പിരിച്വലി ഒരു ഉത്തരം കൊടുക്കാൻ അങ്ങയുടെ ആ പുസ്തകം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അത് മനസ്സിലാവുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ ഇപ്പൊ ഞാനിത് പറഞ്ഞതാണ്, ഒരുപക്ഷെ അങ്ങ് നേരത്തെ അറിയാമായിരിക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? അത് ഞാൻ പറഞ്ഞത്, നമുക്ക് ആസ് എ റൈറ്റർ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്സ് ആണ് ഇതൊക്കെ. കാരണം എത്രയോ പേരുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറയും അഗർത്ത വായിച്ച സമയത്ത് മനസ്സിന് ഭയങ്കര റിലീഫാണ്, റിലാക്സ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ചാപ്റ്റേഴ്സ് ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കുന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും പഠിച്ചവന് അത്രയ്ക്ക് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിട്ടോ. ആദ്യത്തിലൊക്കെ ഒരു സന്തോഷം തോന്നി, പിന്നെ ആൾക്കാർ ഇങ്ങനെ കരയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ അതിന് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ എന്തോ അത് ഭയങ്കര ഒരു സന്തോഷം. അതായത് ഒരാളുടെ ലൈഫിൽ അവർക്കൊരു സമാധാനം കിട്ടാൻ നമ്മുടെ പുസ്തകം കാരണമായി എന്ന് പറയുമ്പോഴേ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അതിലപ്പുറമൊന്നും ഇല്ല. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരുപാട് ആളുകൾ ആരാധകരായിട്ടും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ സമൂഹത്തിലെ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങ് പ്രത്യേകിച്ച് മലബാറുകാരനാണ്, കോഴിക്കോടുകാരനാണ്. ഇപ്പൊ കോഴിക്കോട്ടെ ഒരു സുഹൃത്ത് വലയത്തിൽ, കോഴിക്കോട്ടെ കേരളത്തിലെ ഒരു സൗഹൃദത്തിൽ ചുറ്റുമുള്ള കാണുന്ന ആളുകൾക്കിടയിലേക്ക് ഈ പുസ്തകം ഇറക്കിയത് കൊണ്ട് അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സമൂഹം തുറന്ന് സ്വീകരിക്കുകയാണോ ചെയ്തത്, അതല്ല കുറച്ചും കൂടെ വിമർശനം നേരിടുകയാണോ ചെയ്തത്?
മിക്സഡ് ആണ്. മിക്സഡ് ആണ്. എനിക്ക് തോന്നുന്നു എന്റെ പുസ്തകങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നേരിട്ട് ഓർഡേഴ്സ് വരും. അത് വെച്ചിട്ട് എനിക്കൊരു ആൽഗോരിതം ഉണ്ടാക്കിയതിൽ ഞാൻ മനസ്സിലാക്കി എന്റെ പുസ്തകം ഏറ്റവും കൂടുതൽ വാങ്ങിയത് ഒന്ന് മദ്രസിലെ ഉസ്താദ്മാരും രണ്ട് ഈ സന്യാസിമാരും ഒക്കെ തന്നെ. ഇതിലെന്താന്ന് അറിയാം. അതൊരു അത്ഭുതമാണ് അല്ലേ? അതെ. അത് ഞാൻ നോക്കുമ്പോ ദാറുൽ ഹുദ, മറ്റത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അഡ്രസ് വരും. മറ്റത് ഗുരു ചൈതന്യ അങ്ങനെ. അപ്പൊ ഇതില് രണ്ട് സാധനം കിടക്കുന്നുണ്ടല്ലോ, ഒരു ഹിന്ദു മുസ്ലിം, മുസ്ലിം ഹിന്ദു ആവുന്നുണ്ട്. ഇതെന്താ ഇവൻ എങ്ങോട്ടായി കൊണ്ടുപോയത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാന്ന് തോന്നുന്നു. ഒരു പക്ഷെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ പുസ്തകം എങ്ങനെയൊന്ന് വായിച്ചിട്ട് വേണമല്ലോ പറയാൻ. പക്ഷെ അങ്ങനെ വാങ്ങിച്ച ആൾക്കാര് പറയും, ഞങ്ങൾ ഈ പുസ്തകത്തെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ വാങ്ങി എന്താന്ന് സത്യം. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഒന്നും പറയാനില്ല എന്ന്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അങ്ങനെ വായിച്ചൊരു മനുഷ്യൻ പോലും പുസ്തകത്തിനെ കുറിച്ച് നെഗറ്റീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അവിടെയൊക്കെ ആൾക്കാർ എഴുതിയിടും, എന്ത് ഇങ്ങനെ ഒരു ചങ്ങാതി ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പം അവൻ IS ഫണ്ട് കൊടുക്കുന്നുണ്ട്, എത്രയോ കോടി എനിക്ക് ഇസ്ലാമിക ഭീകര സംഘടനകൾ എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഈ ഇസ്ലാമിക ഭീകരത IS എന്നൊക്കെ പറഞ്ഞാൽ അവര് ഭയങ്കര കൺസർവേറ്റീവ് ആൾക്കാരല്ലേ. അപ്പോ ഞാനാണെങ്കിൽ ഈ ഫണ്ട് വാങ്ങി നേരെ ഹരിദ്വാറിലും കാശിയിലൊക്കെ അവിടെ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ സന്യാസിമാരെ കൂടെ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ അതിനെ അനുവദിക്കുമോ എന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല എപ്പോഴും. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് ആരോപണങ്ങൾ. അപ്പോ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ഒരു റീല് കണ്ടിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഒരു 30 സെക്കൻഡ് റീല് കണ്ടിട്ട് ഒരു ഫേസ്ലെസ് ID വന്നിട്ട് കമന്റ് ഇടാൻ ആർക്കും പറ്റും. പക്ഷെ ഒരു പുസ്തകം വാങ്ങി, ഒരു 300 രൂപ കൊടുത്ത് പുസ്തകം വാങ്ങി 2-3 ദിവസം എടുത്ത് വായിച്ചിട്ട് ഒരു വിമർശനം അറിയിക്കണമെങ്കിൽ അയാൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അയാൾ ഒരു 4 തെറി വിളിച്ചാലും നമുക്കത് കേൾക്കുന്ന സന്തോഷമാണ്. വായിച്ചിട്ടാണല്ലോ. അയാൾ 2 ദിവസം എടുത്ത് വായിച്ചിട്ടാണ് ആ തെറി വിളിക്കുന്നത്. 30 സെക്കൻഡ് കണ്ട് തെറി വിളിക്കുന്നതിൽ ലോജിക്കില്ല. പക്ഷെ ഒരു തെറിവിളി പോലും പുസ്തകം വായിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദ്മാരാണെങ്കിലും അവരൊക്കെ പുസ്തകം, പള്ളിയിലെ മഹലിലെ ഉസ്താദ്, അപ്പുറത്തെ ഓർഫനേജിന്റെ പള്ളിയിലെ ഉസ്താദ് ഒക്കെ എന്റെ അടുത്ത് നിന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ പുസ്തകം എസ്പെഷ്യലി ഞാനിങ്ങനെ എപ്പോഴും പറയും, എന്താ അറിയോ, ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ വായന കുറച്ചും കൂടി കൂടുതലുണ്ട്. മുസ്ലിം കുറച്ചുകൂടി റിജിഡ് മെന്റാലിറ്റി, അവർ നോവലുകളും. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് കണ്ണൂരൊക്കെ ഒരു ദർസിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ലൈബ്രറിയിലൊക്കെ ഇഷ്ടംപോലെ രാമായണവും മഹാഭാരതവും ബൈബിളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ഓപ്പോസിറ്റ് കമ്മ്യൂണിറ്റിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ ഉള്ള കമ്മ്യൂണിറ്റി തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഇതെന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ ഇത് വായിക്കുന്നുണ്ട്, വായിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഉള്ള ഒരു സൊസൈറ്റി, അത് എഴുത്തും വായനയും പോലും നിഷിദ്ധമാണെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി വായിക്കുകയും ചർച്ച ചെയ്യും. അവിടുത്തെ സദസ്സുകളിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇതിനെ രാമായണത്തെയും മഹാഭാരതത്തെ കുറിച്ച് ഞാൻ ചർച്ച ഓപ്പൺലി ഒരു എന്താ പറയാ, ഒരു ദർസിന്റെ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട്, മദ്രസിന്റെ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് ഞാൻ രാമായണത്തിലെ കഥകൾ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സഹിഷ്ണുത ഒരു ഭാഗത്ത് നഷ്ടപ്പെടുന്നത് മറ്റൊരു ഭാഗത്ത് ബിൽഡപ്പ് ചെയ്ത് വരുന്നത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവ് തിങ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം ഈ അഗർത്ത അല്ലെങ്കിൽ പൂർണ്ണാനന്ദ പോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി നിൽക്കുന്നതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പുതിയൊരു സിനിമ വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് സിനിമയും ലിറ്ററേച്ചറും എന്തുമാത്രം അന്തരമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഫ്രണ്ട് ഷമീർ നാസർ എന്ന് പറഞ്ഞിട്ട്, അവനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആഡ് ഫിലിംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സിനിമ കമ്പനി, നമ്മുടെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ അവരുടെ പ്രൊഡക്ഷൻ ആണ്. അപ്പോ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ല, സാഹിത്യമാണ് എന്റെ തട്ടകം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ കൊച്ചി മഹാനഗരത്തിൽ സിനിമാക്കാരുടെ ഇടയിലേക്ക് ചേക്കേറിയത്. പക്ഷെ എന്താ, സിനിമ റൈറ്റിംഗ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അതെന്ന് വെച്ചാൽ അത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ആക്ടേഴ്സിനും ഒക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വേണം. അപ്പൊ ഞാൻ വലിയ രീതിയിൽ ഇപ്പൊ എഴുതി വെച്ചിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ഇതെന്താ സാധനം, അപ്പൊ ഞാൻ പറയും ഇത് കലാമൂല്യം ഭയങ്കര കല ആർക്ക് വേണം, ഇതില് നമുക്ക് പൈസ തിരിച്ചു പിടിക്കാനുള്ളതാണ് സിനിമ. അപ്പൊ കൊമേഴ്ഷ്യൽ മൂവി ആവുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് അതിൽ വേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ വെട്ടി മുറിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് സാധനം എഴുതി വെക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു
ഇതിലൂടെയാണ് ഞാൻ കടന്നു ഒരു പോകുന്നത്. കൊമേഴ്ഷ്യൽ മൂവിയാണ് വരുന്നത്. കമേഴ്ഷ്യൽ മൂവിയാണ് വരുന്നത്. അല്ല, അകർത്തയൊക്കെ എഴുതിയ ഒരാൾ എഴുതുമ്പോൾ ആളുകൾ വിചാരിക്കും ആ സൂഫിയും സുജാതയും പോലെ അതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗുരു പോലത്തെ ഒരു സിനിമയാണ് സിനിമയാവും വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു കൊമേഴ്ഷ്യൽ ആണ്. അതെ, കൊമേഴ്ഷ്യലാണ് സാധനം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം നോവലുകൾ എഴുതുക എന്നുള്ളത്, ഫിക്ഷൻ എഴുതുക. അതാകുമ്പോ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുതിയാൽ മതി, ഇഷ്ടമുള്ളത്ര പേജ് എഴുതാം, ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുപോകാം, കൊല്ലണമെങ്കിൽ കൊല്ലാൻ, ജീവിപ്പിക്കുക, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെന്ന് പറയുന്ന സമയത്ത് നമ്മള് അത്രയും വലിയൊരു എന്താ പറയാ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറഞ്ഞാല്. അപ്പൊ അതില് റൈറ്ററിന് എന്നുള്ളതിനപ്പുറം നമ്മൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു ലക്ഷ്യം. അവിടെ കല ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തിനെ നന്നാക്കിയത് കൊണ്ട് പ്രൊഡ്യൂസറുടെ കാശ് വീഴണമെന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും. ആ ഒരു റേഞ്ചിൽ ഇരുന്ന് ചിന്തിക്കും. അപ്പൊ ഒരു എന്താ കൈതപ്രം തിരുമേനി ലജ്ജാവതിയെ എഴുതിയിട്ടുണ്ട്, അതുപോലെ അത് അല്ലാത്ത വാർത്തകൾ അത് എഴുതിയിട്ടുണ്ട്. സത്യമാണ്. അതെ. നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആ. കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെയാണോ ഇത് എഴുതിയത് എന്ന് നമുക്ക് എഴുതിയതെന്ന് തോന്നിപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ച ഏതായാലും ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ സാധനം ചെയ്തു നോക്കാം. അതെ, 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 അതെ. അപ്പൊ വേഴ്സറ്റൈൽ ആയിരിക്കണമല്ലോ എപ്പോഴും. തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പരീക്ഷണാണ്. പിന്നെ അല്ലാതെ ദായമക്കൈ എന്ന് പറഞ്ഞ സിനിമ, അത് അത് വരുന്നുണ്ട്. സിനിമ ആവുന്നുണ്ട്. അപ്പൊ അത് പക്ക ആർട്ട് ആയിട്ടുള്ള ഒരു ഓഫ് ബീറ്റ് മൂവി ആയിട്ട് തമിഴിലാണ് അത് തമിഴിലാണ് വരുന്നത്. 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 അങ്ങനെയാണ് സിനിമയുടെ വാർത്തകൾ അങ്ങനെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം വരുന്ന സിനിമകൾക്കെല്ലാം എല്ലാവിധ ആശംസകൾ നേരെയാണ്. Thank you. ഒപ്പം അകർത്ത പോലെ, പൂർണ്ണാനന്ദ പോലെ, ദായമക്കൈ പോലെ, പിന്നെ ഈ അങ്ങ് എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായി നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇത്രയും മികച്ച പുസ്തകങ്ങൾ തന്ന മനുഷ്യ, നിങ്ങൾക്ക് നന്ദി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ നമ്മൾ അത്രയേറെ തിരക്കുകൾക്കിടയിൽ അങ്ങ് ഇവിടെ എത്തിയത്, എന്തായാലും ഇത്രയും സമയം നമ്മളോട് പറഞ്ഞതിന് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് മുമ്പോട്ട് ചർച്ച ചെയ്യാം. എന്തായാലും അങ്ങേക്ക് ഒരുപാട് നന്ദി. Thank you.